അവരാരാ സദാചാര പോലീസോ? പ്രായമുള്ള ഒരു സ്ത്രീയല്ലേ, വിട്ടുകളാ. ചോണർത്തല ഭവാനി ആരാന്ന് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ നമ്മുടെ ഭവാനി അമ്മൂമ്മയ്ക്ക് 8ന്റെ പണി കിട്ടുവാണ് കൂട്ടുകാരെ. വേറെ ഒന്നുമല്ല, നമ്മുടെ പാറമട വീടിന്റെ വഴിയുടെ വഴിയിൽ നിന്നിട്ട് ഒരു ചെറുക്കനും പെണ്ണും കൂടെ ഭയങ്കര തല്ലുകൊടുത്തോട്ടോ. എനിക്ക് തോന്നുന്നു ലവേഴ്സ് ആയിരുന്നു. പിന്നെ എന്തോ ഒന്നും രണ്ടും പറഞ്ഞ് അവർ വഴക്കിടുവാണ്. അപ്പൊ ഇത് നമ്മുടെ ഭവാനി അമ്മൂമ്മ കാണുന്നുണ്ട്. അപ്പൊ വേഗം കനകത്തിനെ വിളിച്ചിട്ട്, കനകം അത് വീഡിയോ എടുക്ക്, പകർത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കനകാന്റി അത് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ പെണ്ണുണ്ടല്ലോ, അതായത് ആ വഴിയിൽ നിന്ന് തല്ലു പിടിച്ച പെണ്ണ് അത് കാണുന്നുണ്ട്. അപ്പൊ തന്നെ ആ പെണ്ണും ചെക്കനും കൂടെ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ഇവര് ഈ പെണ്ണ് കണ്ട ഉടനെ തന്നെ നമ്മുടെ ഭവാനി അമ്മൂമ്മയും കനകാന്റിയും കൂടെ അവിടെ നിന്ന് ഓടി സ്റ്റാൻഡ് വിടുന്നുണ്ടേ. ശേഷം അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കേശു ലച്ചും കൂടെ പറയുന്നുണ്ട്, അമ്മൂമ്മയല്ലേ, വിട്ടേക്ക്, ഒരു അബദ്ധം പറ്റിയതാ എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ ഇവര് പറയുന്നുണ്ട്, അങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ലല്ലോ, ഇവരെന്താ സദാചാര പോലീസോ എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണും ചെക്കനും കൂടെ വന്നിട്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് ഒച്ചപ്പാടെടുക്കുന്നുണ്ടേ. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിട്ടോ. അപ്പൊ തന്നെ ഭവാനിയമ്മ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്, ഈ ഭവാനി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ കിടന്ന് ഭയങ്കര പെടപ്പാട്ടോ. ശേഷം ഉണ്ടല്ലോ, വേറെ നാട്ടുകാരൊക്കെ കൂടുന്നുണ്ട്. എന്നിട്ട് അവര് ഈ പെണ്ണിന്റെയും ചെക്കനോടും പറയുന്നുണ്ട്, അതായത് ഇവര് നിങ്ങളെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ തല്ലുപിടിക്കണ വീഡിയോ എടുത്തതാ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ, ഇവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പാറമട വീട്ടുകാരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഭവാനി അമ്മൂമ്മനെ പറ്റി. അപ്പൊ കേശുവും ലച്ചും കൂടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ദൈവമേ, ഇത് ഇങ്ങോട്ടായി പോകുന്ന, ആകെപ്പാടെ കൈവിട്ട് പോകുവാണല്ലോ എന്ന് ഓർത്തട്ടെ ഇനി എന്തൊക്കെയായി തീരും. വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ പാറമട വീട്ടിൽ നിന്ന് ഒരാള് എന്നേക്കുമായിട്ട് പുറത്തേക്ക് പോവാട്ടോ കൂട്ടുകാരെ. നമ്മുടെ ബാലുവും നീലും ഒക്കെ പോയ പോലെ തന്നെ ഇനി നമ്മുടെ അമ്മായി നമ്മുടെ പാറമട വീട്ടിലുണ്ടാവില്ല. കാരണം അമ്മായി ഏതോ വിദേശത്ത് പഠിക്കാനോ എന്തോ ജോലി സംബന്ധമായിട്ടൊക്കെ പോകാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ അമ്മായി ഒരിക്കലും നമ്മുടെ ഉപ്പുമുളകിൽ ഉണ്ടാവില്ല. ഇനി നമ്മുടെ സിദ്ധു അളിയന്റെ കാര്യം, ഇത്രയും നാളും ലച്ചു പറഞ്ഞില്ലാത്ത, ലച്ചു വന്നപ്പോ നമ്മുടെ സിദ്ധു ഇല്ല. ഇതെന്താണല്ലേ, നമ്മുടെ സിദ്ധുവിനും ലച്ചുവിനും ഇനി ഒരുമിച്ച് കാണാൻ പ്രേക്ഷകർ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും ആവോ അല്ലെ. കാത്തിരിക്കട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.